ഹോ ഹോ മേരി ക്രിസ്മസ്. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും എന്റെ ഗെറ്റപ്പും ലുക്കൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒറിജിനൽ സാന്ധ്യ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് സാന്ധ്യയാണെന്ന്. നിങ്ങളുടെ ഗസ് വളരെ കറക്റ്റ് ആണ് ഗൈസ്, ഞാൻ ഒറിജിനൽ സാന്ധ്യ അല്ല. അപ്പൊ എന്തായാലും നമ്മൾ ഈ ബാഗ് നിറയെ മിഠായിട്ട് ഇപ്പൊ പോകാൻ പോകുന്നത് ഒബ്രോൺ മോളിലേക്കാണ്. അവിടെ എന്തായാലും കുറെ പേര് ക്രിസ്മസ് ഷോപ്പിംഗ് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അവരെയൊക്കെ ചെന്ന് കണ്ട് അവരുടെ കുറച്ച് കുസൃതി ചോദ്യമൊക്കെ ചോദിച്ച് അവർ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞാൽ മിഠായിയൊക്കെ കൊടുത്ത് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇതാണ് എന്റെ സാന്താക്ലോസിന്റെ മാസ്ക്, ഈ മാസ്ക് കിട്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ മാസ്ക് ഒക്കെ മാറ്റി പെട്ടെന്ന് എന്റെ മുഖം കാണിക്കുമ്പോഴത്തേനും അവര് ഞെട്ടുവോ, അവര് ഞെട്ടുണ്ടാവുമ്പോൾ ഞാൻ ചമ്മുവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എന്തായാലും ദിസ് ഇസ് അവർ ക്രിസ്മസ് വീഡിയോ. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മോളിൽ ചെന്നിട്ട് കാണാം. കം ഓൺ ഗൈസ്, ഫോളോ മീ. മാസ്ക് വെച്ച് തുമ്മല്ലേ? ഓക്കെ, അപ്പൊ കം ഓൺ ഗൈസ്, ഫോളോ സാന്താ. So guys, let's go. ഹലോ, അപ്പൊ നമ്മൾ ഒബ്രോൺ മാൾ എത്തിയിരിക്കുകയാണ്. ഞാൻ ഫുൾ റെഡി ആയി, ഒരു സുന്ദരി കുട്ടി സാന്താക്ലോസ് ആയിട്ടുണ്ട്. അപ്പൊ ലെറ്റ്സ് ഗോ പ്രാങ്ക്, ലെറ്റ്സ് ഗോ സർപ്രൈസ് സം പീപ്പിൾ. ഒന്നും നോക്കണ്ട, ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ കൊളവാക്കുന്നില്ല. കം ഓൺ ഫോളോ മീ. അയ്യോ മാസ്ക് വെക്കട്ടെ. സോറി ഗൈസ്, എനിക്ക് കണ്ണ് കാണുന്നില്ല. ഹലോ, എന്താ പേര്? എന്തോ? എത്രയിലാ പഠിക്കണേ? മൂന്നിലാണോ? ക്രിസ്മസ് ഒക്കെ ആയിട്ട് എന്താ പരിപാടി? എന്തോ? ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? അച്ഛനമ്മ എവിടെ? അവിടെ ഉണ്ടോ? ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാം, എനിക്ക് ഉത്തരം പറഞ്ഞു തരുമോ? ഉത്തരം പറഞ്ഞാൽ ഞാൻ ചോക്ലേറ്റ് തരാം. ഓക്കെ ഓക്കെ. പൊട്ടിച്ചാൽ മാത്രം കഴിക്കാൻ പറ്റുന്ന സാധനം എന്താ? എന്താ പൊട്ടിച്ചാൽ മാത്രം കഴിക്കാൻ പറ്റുന്ന സാധനം? പൊട്ടിച്ചാൽ മാത്രം കഴിക്കാൻ പറ്റുന്ന സാധനം എന്താ? ആപ്പിള് കത്തിക്കൊണ്ട് മൂക്കും. എന്താ കത്തിക്കൊണ്ട്? ഇല്ല, നമ്മൾ പൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് ഈ സാധനം കഴിക്കാൻ പറ്റത്തുള്ളൂ. എന്താ സാധനം? ആപ്പിള് പൊട്ടിച്ചിട്ട് തവിയും ആക്കും. എന്താ സാധനം ഒന്നുകൂടി പറഞ്ഞ്? നമുക്ക് ഈ സാധനം പൊട്ടിച്ചാൽ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അത് എന്തുവാ? മിഠായിയാണോ? ഉത്തരം തെറ്റാണ്. നമുക്ക് പൊട്ടിച്ച കഴിക്കാൻ പറ്റുന്ന മുട്ടയല്ലേ? പൊട്ടിച്ചല്ലേ നമ്മൾ കഴിക്കുക അല്ലേ? ഉപ്പുമുളക് സീരിയൽ കാണാറുണ്ടോ? ഉണ്ടോ? ഉപ്പുമുളകിൽ ആരൊക്കെ അറിയാം? കണ്ടിട്ടുണ്ടോ സീരിയല്? സീരിയല് ശിവ അറിയോ? സീരിയൽ ശരിക്കും അറിയോ ശിവേ? അറിയോ? ഉപ്പുമുളകിൽ വേറെ ആരൊക്കെ ഉണ്ട്? അച്ഛൻ പിന്നെ അച്ഛൻ ചെയ്യും. എന്തോ ചെയ്യും. ഉപ്പുമുളകിൽ വേറെ ആരൊക്കെ ഉണ്ട്? കേശുണ്ടോ? പിന്നെ ആരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്, കേശുണ്ട്, ശിവയുണ്ട് അല്ലേ? അല്ലേ? എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ശിവയാണോ? ആണോ? ശരിക്കും ഉറപ്പാണോ? ആണോ? എത്ര കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് ഞാനൊരു ചോക്ലേറ്റ് തരാം. മേരി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. ഹൈഫൈ. ഹൈഫൈ. നമുക്ക് ഭാവിയെക്കാളും കീഴിലുള്ള എക്സ്പ്രഷൻ കിട്ടുന്ന അമ്മയുടെ. ഹായ് ആൻറ്റി. ഹലോ, ഹാപ്പി ക്രിസ്മസ്. എവിടുന്നാ വരുന്നേ? എന്തൊക്കെയാണ് ക്രിസ്മസ് ആയിട്ട് പരിപാടി? ഇവര് ഭയങ്കര ഫാൻസ്. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, അപ്പൊ ശരി എന്നാ, ബൈ ബൈ. എന്താ പേര്? വൈഹാൻ. എത്രയല്ലേ പഠിക്കണേ? 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്സിൽ. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ?
അമ്മൂമ്മ മൈദ പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു പുഴ കടന്ന് പോകണം. അപ്പൊ പുഴയിലാണെങ്കിൽ വഞ്ചിയൊന്നുമില്ല. ആ അമ്മൂമ്മ എങ്ങനെ മൈദ പൊടിപ്പിക്കാൻ പോകും? അല്ല ചോദിക്കാം, അമ്മ അടുത്ത് ഹെൽപ്പ് ചോദിച്ചോ. ഇല്ല, നമുക്ക് നീന്താൻ പറ്റില്ല, വയസ്സായില്ലേ? വയസ്സായല്ലോ. മൈദ പൊടിപ്പിക്കാൻ പോണം, പുഴ കടന്ന് പോണം. എന്ത് ചെയ്യും? എങ്ങനെ? അല്ല, മൈദ പൊടിപ്പിക്കണ്ടെന്ന്. കറക്റ്റ് ആൻസർ. സമ്മാനമുണ്ട്. എനിക്ക് ഷുഗർ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇവിടെ ഫാമിലിയിൽ ആരെങ്കിലും ഉപ്പുമുളക് കാണാറുണ്ടോ? ഇവിടെ കുടുംബത്തിൽ ആരെങ്കിലും ഉപ്പുമുളക് കാണാറുണ്ടോ? ഉപ്പുമുളക് കാണാറുണ്ടോ? അതിൽ ശിവ അറിയോ? ശിവ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഹലോ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹലോ, ഹാപ്പി ക്രിസ്മസ്. എന്നിട്ട് എല്ലാവർക്കും വിശേഷം? എവിടെ വീട്? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഫുൾ ഫാമിലിക്ക് ഒരു ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹലോ, ബൈ. അപ്പൊ ശരി, ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഞാൻ I'll give you another chocolate. Happy Christmas. Bye bye. Thank you. Bye. ഹലോ, ഹായ്. എന്തുണ്ട് വിശേഷം? ക്രിസ്മസ് ഒക്കെ ആയിട്ട് എന്താ പരിപാടി? പരിപാടികളൊക്കെ സെറ്റായി വരുന്നു. ഓക്കെ. എന്താണ് നിങ്ങളുടെ എന്തെങ്കിലും പുതിയ പ്ലാൻസ്, ന്യൂ ഇയർ റെസൊല്യൂഷൻസ്? നന്നാവണം ഇക്കൊല്ലെങ്കിലും. കാര്യമില്ലല്ലോ, അമ്മ എന്ത് ചെയ്താലും 5 ദിവസത്തിനുള്ളിൽ. അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും ഐശ്വര്യോട് ഞാനൊരു ചോദ്യം ചോദിച്ചാലോ? ഒരു കുസൃതി ചോദ്യം, ഒന്ന് ആൻസർ അറിയോ? ഓക്കെ. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരമാണ്. കമോൺ, ചിന്തിക്കൂ. ഇത് ന്യൂ ഇയറിന് മുമ്പ് തലയ്ക്കെന്തെങ്കിലും ഇതൊക്കെ വേണ്ടേ? കമോൺ, നന്നായി ചിന്തിച്ചോളൂ. ഇല്ലല്ലോ. ബി ആണ്, സോറി സി ആണ്. കാരണം ബീഡിയുടെ നടുക്കാണല്ലോ. അപ്പൊ ബീഡി വലിച്ച് ചൂടല്ലേ? അത്യാവശ്യം നല്ല ചെലവാണെന്ന് എനിക്കറിയാം. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സോറി. പിന്നെ ഇവിടെ നിങ്ങൾ സീരിയൽ കാണാറുണ്ടോ? ഉപ്പുമുളക് കാണാറുണ്ടോ? മോളെ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ആരാ? ഹലോ, നൈസ് ടു മീറ്റ് യു ടു. കൈയില്ല, സോറി. ഓക്കെ, കൈ തരാം. ഓക്കെ, രണ്ടാളും ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? ഓക്കെ. അപ്പോൾ എന്തായാലും ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകളൊക്കെ നേരുന്നു. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാം ഈ വർഷത്തെ റെസൊല്യൂഷൻ അങ്ങനെ തന്നെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മുടെ ഒബ്രോൺ സെലിബ്രോണിൻ്റെ ഭാഗമായിട്ട് കെയർ ഷോപ്പ് നൽകുന്ന ഒരു 500 റുപ്പീസിൻ്റെ വോച്ചറാണ്. അപ്പോൾ നിങ്ങൾ അടിച്ച് പൊളിക്കുക, പോയിട്ട് ഏതെങ്കിലും കുഞ്ഞു പാവകൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കുക. നിങ്ങൾക്കുള്ള ഡ്രസ്സ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും സ്റ്റേ ഹാപ്പി, സ്റ്റേ മാരിഫുൾ, മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ. ഹലോ, എന്താ പേര്? മൃണ്മയി. എത്രയാണ് പഠിക്കുന്നത്? 5th-ലാണല്ലേ? യു സ്പീക്ക് മലയാളം? ഓക്കെ. ആർ യു ഫ്രം കേരള? യെസ്. ഓക്കെ, ഗ്രേറ്റ്. സോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? എനി ആൻസർ മീ? ഓക്കെ. നമ്മുടെ മാത്സ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, നമ്മുടെ മാത്സ് ടെക്സ്റ്റ് ബുക്ക് ഒരിക്കലും ഹാപ്പി ആവില്ല. യു നോ വൈ? Why? Think. That's a question. Our maths textbook won't ever be happy. Why? Come on, think, yaar. Christmas and all, you have to think. Any idea? Because the maths textbook is full of problems, right? They are full of maths problems. So it can't never be happy. That is why. So it's okay, you missed the chance, but I'll still give you a chocolate. Because it's Christmas and you need to be happy, right? So, Merry Christmas! Thank you. And do you watch Malayalam serials? Do you watch Uppumulagam? Have you heard about it? Okay, so well, I act in that serial, but anyway, it's nice to see you. Bye bye. Bye. Bye bye.
ഞാൻ ചമ്മിപ്പോയി ഗൈസ്, ഞാൻ മാറിപ്പോയി. കാരണം ഇവിടെ ഇപ്പോൾ വന്ന ഫാമിലി അവരെനിക്ക് തോന്നുന്നു മലയാളികളല്ലാതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു ആ കുട്ടിക്ക് ഉപ്പുമാവ് സീരിയൽ പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ എൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വിചാരിച്ച് കണ്ടുപിടിക്കുമെന്ന്, പക്ഷെ കണ്ടുപിടിച്ചില്ല. ഞാൻ ചമ്മി. ഓക്കെ, നമുക്ക് അടുത്താലെ കണ്ടുപിടിക്കാം. കമോൺ. എന്താ പേര്? ഐ ഹാവ് ബീൻ കോൾഡ് യു ഡുഡു. എന്താ പേര്? അംബിക. എന്തോ? അംബിക. അന്വിക. ഓക്കെ, അന്വിക എത്ര പഠിക്കണേ? In which standard are you studying? കെജിയിലല്ലോ. Okay. So ഞാൻ ഫുൾ ഫാമിലി ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഒരു കുസൃതി ചോദ്യം ക്രിസ്മസ് ഒക്കെ ആയിട്ട്. നിങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് തപ്പി ആൻസർ തന്നോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരാള് 210 ചായ ഉണ്ടാക്കി. അതിൽ ഒരു ചായയിൽ ഈച്ച വീണു. അയാൾ ആ ചായ എടുത്ത് കളഞ്ഞു. ബാക്കി എത്ര ചായ ഉണ്ട്? അതെന്താ? അല്ല ചേച്ചിക്ക് അവിടെ തെറ്റി. 210 ചായയല്ലേ ഉണ്ടാക്കിയത്, ബാക്കി 50 ചായയല്ലേ. ചേച്ചി കഷ്ടപ്പെട്ട് ഉത്തരത്തിന്റെ വഴിയിൽ കിട്ടിയെങ്കിലും ഉത്തരം തെറ്റിപ്പോയി. ബട്ട് സ്റ്റിൽ യു നോ മാർക്സ് ഫോർ ദി എഫേർട്ട്. അപ്പൊ എന്തായാലും ബാബയ്ക്ക് മെറി ക്രിസ്മസ്. നിങ്ങൾ മലയാളം സീരിയൽസ് കാണാറുണ്ടോ? ഉപ്പുമുളകം കണ്ടിട്ടുണ്ടോ? കണ്ടോ? ശിവ അറിയോ? ഹലോ, കേശു ഒന്നും വന്നിട്ടില്ല, ശിവയ്ക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. അതെ അതെ. നിങ്ങൾ എവിടുന്നാ വരണേ? എളംകുളം. ഓക്കെ ഓക്കെ, ഷുവർ. ഓക്കെ, അപ്പൊ എന്തായാലും ബുദ്ധി കറക്റ്റ് ആയിരുന്നു, പക്ഷെ ആ വഴിയിലേക്ക് അങ്ങ് എത്തിയില്ല. ശരി, നമുക്ക് നെക്സ്റ്റ് ടൈം എടുക്കാം. ഇപ്പൊ എന്തായാലും അബ്രോഡ് ഇപ്പൊ വന്ന സ്ഥിതിക്ക് ഷോപ്പിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ആരെയും കൊണ്ടുവരാൻ പറ്റിയില്ല. പെട്ടെന്നുണ്ടായിരുന്ന ഒരു പ്ലാൻ ആയിരുന്നു, ഒന്നും വർക്കൗട്ട് ആയില്ല. ഞാൻ മാത്രം പോരെ തൽക്കാലം, അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഓക്കെ, ഇപ്പൊ എന്തായാലും ഒബ്രോണിലൊക്കെ വന്നിട്ട് ഷോപ്പിംഗ് ഒക്കെ അടിച്ചു പൊളിച്ചോ? ഓക്കെ. ഇത് ആക്ച്വലി ഇപ്പം ഒബ്രോൺ സെലിബ്രോൺ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ വാവയ്ക്ക് പറ്റിയ ഒരുപാട് നല്ല ഡ്രസ്സുകൾ കെയർ എന്ന് പറഞ്ഞ ഷോപ്പിൽ ഇവിടെ ഒബ്രോൺ മോളുടെ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അവിടെ ചെക്കൗട്ട് ചെയ്ത് നോക്കണം. അവരൊരു ഫ്രീ ഒരു കൂപ്പണാണ്. സോ ഡു എൻജോയ് യുവർ ഷോപ്പിംഗ്. ടാറ്റാ. ഹലോ, മെറി ക്രിസ്മസ്. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഒരു കുസൃതി ചോദ്യം. ഒരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ? എന്താ പേര്? ഫസ്റ്റ് ഓഫ് ഓൾ ഋതുൽ. എന്താ പേര്? ഋതികരാജ്. ഓക്കെ, ഹലോ, ഹായ്. ഓക്കെ, ഇപ്പൊ കുസൃതി ചോദ്യം ഭയങ്കര സിമ്പിൾ ആണ്. ഒരു ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. അപ്പം അതിലൊരു തോളയാളിട്ടു, പക്ഷെ എന്നിട്ട് വെള്ളം ഒന്നും പുറത്തു പോയില്ല. എന്താ? അല്ല, ഒരു ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്, അതിലൊരു തോളയിട്ടു, പക്ഷെ വെള്ളം ഒന്നും പുറത്തു പോകുന്നില്ല. എന്നാ? അല്ല, അത് താഴെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അത് ബക്കറ്റിന്റെ താഴെയാണോ ഹോൾ ഇട്ടിരിക്കുന്നത്? അല്ല, തോറ്റോ? ഒരു ബക്കറ്റ് നിറയെ വെള്ളമുണ്ടാണുള്ളത്. വെള്ളമുണ്ട്. ഓക്കെ, സോ ലൈക്ക് എന്തായാലും ക്രിസ്മസ് ആയിട്ട് ബുദ്ധിയൊക്കെ ഇത്ര ഉപയോഗിച്ചതല്ലേ, ഒരു മിഠായി നിൽക്കുക. എന്താ? മെറി ക്രിസ്മസ്. നിങ്ങൾ ഉപ്പുമുളക് കണ്ടിട്ടുണ്ടോ? മലയാളം സീരിയല് അവിടെ എല്ലാവരും ഇഷ്ടമാണോ? ഇന്ന് ഇവിടെ ഒരാൾ വന്നിരുന്നു, ഉപ്പുമുളകിലെ ശിവാനിയാണ്. എന്നാ ശിവാനിയാണ് ഇപ്പൊ നിങ്ങളുടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഹായ്, എന്തുണ്ട് വിശേഷം? ക്രിസ്മസ് ഒക്കെ ആയിട്ട് എന്തൊക്കെയാണ് പ്ലാൻസ്? തുടങ്ങിയുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും മെറി ക്രിസ്മസ്. നമ്മുടെ വാവയ്ക്കൊക്കെ പറ്റിയ നല്ല നല്ല ഡ്രസ്സുകൾ നമ്മുടെ ഒബ്രോൺ മോളിൽ ഒബ്രോൺ സെലിബ്രോൺ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ കെയർ എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ഒരു കൂപ്പണാണിത്. ഇത് നമ്മുടെ ഒബ്രോൺ മോളിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഷോപ്പാണ്. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ് ആൻഡ് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഷുവർ. അപ്പോൾ എന്തായാലും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കും കേട്ടോ. എവിടെയാണ് നാട്? ഇവിടെ തന്നെയാണ് അല്ലേ? ഓക്കെ, അടിപൊളി. വരും ആൻറ്റി, ഇപ്പുറം വരും. ഇങ്ങോട്ട് വരും. ഹലോ, ഹായ്, മെറി ക്രിസ്മസ്. ഹായ്. ഇല്ല, ഞാനൊരു ഗിഫ്റ്റ് തരാം. ഒന്ന് വരൂന്നേ പ്ലീസ്. കം ഹിയർ. I actually have a gift for you. അച്ചോടാ, സാന്ത പാവാ, സാന്ത ഒന്നും ചെയ്യില്ല.
അച്ചോടാ വാങ്ങിച്ചോളൂ. സാറിന്റെ ഗിഫ്റ്റ് ഒന്നും നമ്മൾ നോ പറയാൻ പാടില്ല. അച്ചോ തൽക്കാലം അമ്മ വാങ്ങിക്കോളൂ കുട്ടിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? ഇങ്ങനെയൊക്കെ പോണു അല്ലേ? എന്തെങ്കിലും പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടോ എല്ലാവർക്കും കൂടെ? ഇല്ല ഇല്ല. എവിടെയാണ് വീട്? വയറ്റില്ല. അവിടെ പേരെന്താ? എന്താ പേര്? എന്താ പേര്? അശ്വതി. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ നിങ്ങൾ രണ്ടാളുടെ ഒരു കുസൃതി ചോദ്യം, ജസ്റ്റ് ഫോർ ഫൺ. ഓക്കെ, ചെവിയിൽ കാല് വെച്ചിരിക്കുന്ന സാധനം എന്താണ്? യെസ്, കറക്റ്റ് ആൻസർ. ഹൈ ഫൈവ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാ ഉപ്പുമുളക് സീരിയൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, എന്തായാലും കണ്ടിരുന്നെങ്കിൽ ഞാൻ അതിൽ സീരിയൽ അഭിനയിക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്ന് സർപ്രൈസ് ചെയ്യായിരുന്നു. എന്തായാലും എൻ്റെ ഐഡിയ തന്നിട്ടൊന്ന് പാളിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ വേസ് മെറി ക്രിസ്മസ്. ആൻഡ് ആദ്യമായിട്ട് സാന്റയെ കണ്ടല്ലോ, നല്ല ഐശ്വര്യമുള്ള സാന്റയാണ്. ഇനിയും കുറേ സാന്റയെ കാണാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ടോ, ഇതാണ് ശരിക്കുള്ള സാന്ത. ശരിക്കുള്ള സാന്ത ഭയങ്കര പാവാ. അപ്പോൾ എന്തായാലും ഇതിപ്പം ഒബ്രോൺ സെലിബ്രോൺ എന്ന് പറഞ്ഞൊരു അത് ശരി. ഓക്കെ, മൊത്തത്തിൽ ഞാൻ പ്രാങ്കായിരിക്കും, തിരിച്ച് പ്രാങ്കാണ്. എന്തായാലും ഇത് ഒബ്രോൺ സെലിബ്രോൺ. ഓക്കെ, ഇപ്പൊ തിരിച്ചെനിക്ക് പ്രാങ്കായി പോയി. അച്ചോടാ. എന്തായാലും ഒബ്രോൺ സെലിബ്രോൺ എന്ന് പറഞ്ഞൊരു ഒരു ഫെസ്റ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പം ഭാവിക്കൊക്കെ പറ്റി ഒരുപാട് നല്ല ഡ്രസ്സുകൾ കെയർ എന്ന് പറഞ്ഞ ഷോപ്പിൽ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്. നിങ്ങളെല്ലാം എന്തായാലും കയറി വിസിറ്റ് ചെയ്ത് നോക്കണം. അവരൊരു ഫ്രീ കൂപ്പൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഹാപ്പി ഷോപ്പിംഗ്. വലിയ ആരാധികയാണ്. ഏത് 24 മണിക്കൂർ തന്നെ കാണും. ഓക്കെ, വിളിച്ചോണ്ട് വന്നതാണ്. മെറി ക്രിസ്മസ്. എന്താ ക്രിസ്മസ് വിഷ്? കണ്ടില്ല. എന്താ ക്രിസ്മസ് വിഷ് പ്രാവശ്യത്തെ? എന്ത് വിഷാണ് ക്രിസ്മസിന്? എന്താ മോനെ വിഷുള്ളത്? സാന്ത എന്ത് ഗിഫ്റ്റാ കൊണ്ടുവരണ്ടേ? സാന്ത എന്ത് ഗിഫ്റ്റ് കൊണ്ടുവരണം പറഞ്ഞു? പറ, എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും പറഞ്ഞു പറ. എനിക്കിപ്പോ ഒന്നും വേണ്ട, കുഴപ്പമില്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. സാന്ത പിന്നെ വരാം. ഓക്കെ, മെറി ക്രിസ്മസ്. എന്താ പേര്? What's your name? എന്താ ചേട്ടന്റെ പേര്? മെറി ക്രിസ്മസ്. എന്താ പേര്? മക്ബൂൽ തൗഫീഖ്. എത്രയിലാ പഠിക്കണേ? Third standard. തേർഡിൽ. ഓക്കെ, where are you from? ആലുവ. ഓക്കെ, ഹായ്, മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. ഹായ്, ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ ഫുൾ ഫാമിലിയുടെ അടുത്ത്? ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ, ഒരു ആള് മരുഭൂമിയിൽ അകപ്പെട്ട് കിടക്കുക. അയാളുടെ കയ്യിൽ ഒരു തോക്ക് മാത്രമേ ഉള്ളൂ. അയാൾ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടും? എന്നാ? ആ പോകുന്നല്ലേ? എനിക്ക് ചേട്ടനെ കണ്ടപ്പോഴേ മനസ്സിലായത് ഇഞ്ചാതി ചെളികളൊക്കെ പണ്ട് കിട്ടുമെന്ന്. അല്ല പിന്നെ. ഓക്കെ, ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. നിങ്ങളെല്ലാവരും ഈ ഉപ്പുമുളക് എന്ന് പറഞ്ഞ സീരിയൽ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടായിരുന്നതൊക്കെ ഇയാളുടെ പച്ചക്കൊന്നും നടക്കൂല. ഞാൻ കണ്ടായിരുന്നതൊക്കെ. എന്തൊക്കെയുണ്ട് ക്രിസ്മസ് ആയിട്ട്? എന്തൊക്കെയാണ് പ്ലാൻ? എന്താണ് പ്ലാൻ? എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? എവിടെയാ നാട്? കണ്ണൂർ അല്ലേ? അടിപൊളി. ഇപ്പോൾ ക്രിസ്മസ് ഷോപ്പിങ്ങിനായിട്ട് വന്നതാണോ? എന്നാൽ പിന്നെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങളൊരു ഗിഫ്റ്റ് തന്നേക്കാം. ഇതിപ്പം ഒബ്രോൺ സെലിബ്രോൺ എന്ന് പറഞ്ഞൊരു ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കെയർന്നുള്ള ഷോപ്പ് അറിഞ്ഞൂടെ? നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽസ് ഒക്കെ ഉള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അവയ്ക്ക് നിങ്ങൾക്ക് രണ്ടാക്കും പറ്റിയ നല്ല ഡ്രസ്സുകളും ഒരുപാട് കാര്യങ്ങളും ടോയ്സൊക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ ഒബ്രോൺ മോളിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഷോപ്പ് ഉള്ളത്. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യണം. ഒരു ഒബ്രോണിൻ്റെ ഫ്രീ ഒരു വോച്ച്. ഓക്കെ, സോ ഹാപ്പി ഷോപ്പിംഗ് ആൻഡ് മെറി ക്രിസ്മസ്. പോയിന്റ് നമ്പർ 1, ഈ താടിക്ക് ഒരു ടേസ്റ്റും ഇല്ല ഗൈസ്. പകുതിൻ്റെ വായിക്കാൻ തിരിപ്പുണ്ട്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ആൾക്കാരെ പ്രാങ്ക് ശ്രമിക്കുന്നു, അവർ തിരിച്ച് എന്നെ പ്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ തളരരുത് രാമൻകുട്ടി. ഞങ്ങളിനി ഫുഡ് കോർട്ടിൽ പോയിട്ട് കുറേ പേരെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാണ് തിരിച്ച്. അതും കൂടെ തീർത്തിട്ട് തിരിച്ച് വരാം. ഹലോ, എന്താ പേര്? ഋതിക. എത്രയിലാ പഠിക്കണേ? ഒന്നിലാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പിന്നെ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ഉത്തരം തരുമോ എനിക്ക്? ഓക്കെ, പൊട്ടിച്ചാൽ മാത്രം കഴിക്കാൻ പറ്റുന്ന സാധനം എന്താ?
ഇത് നമുക്ക് പൊട്ടിച്ചാൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. എന്താ? മിഠായിയാണോ? അല്ല, മിഠായി നമുക്കിപ്പം വെറുതെ കടിച്ചു മുറിച്ച് കഴിച്ചൂടെ. ഇത് പൊട്ടിച്ചാൽ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു സാധനമാണ്. എന്തുവാ? മിഠായി. ഗുഡ്, കറക്റ്റ് ആൻസർ. ഹൈ ഫൈ, ഹൈ ഫൈ, ഹൈ ഫൈ. എന്തായാലും ഇത്രയും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചോക്ലേറ്റ് തരാം. പിന്നെ മെരി ക്രിസ്മസ്. പിന്നെ എന്തൊക്കെയാണ് ക്രിസ്മസ് ആയിട്ട് പരിപാടി? വീട്ടിൽ പോയിട്ട് TV കാണുവാണോ? TV കാണാറുണ്ടോ? ഉപ്പുമുളകും എന്നൊരു സീരിയൽ കണ്ടിട്ടുണ്ടോ? ഉപ്പും മുളകും. പിന്നെ അറിയോ? ആരാ? ഓക്കെ, എവിടെ വീട്? തൊട്ട് ബാക്കിലാണല്ലേ. ഓക്കെ, അപ്പം എന്തായാലും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? എന്തായാലും ഇത്ര ചക്കര കൂട്ടായിട്ട് ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് ഇതിപ്പോൾ നമ്മുടെ ഒബ്രോൺ മോളിലെ ഒബ്രോൺ സെലിബ്രോൺ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കെയർ എന്ന് പറഞ്ഞ ഷോപ്പിലെ ഒരു കൂപ്പണാണിത്. അപ്പോൾ എന്തായാലും കെയറിൽ അതേപോലത്തെ കുഞ്ഞു വാവുകൾക്ക് പറ്റി ഒരുപാട് നല്ല നല്ല ഡ്രസ്സുകളും ടോയ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ പോയിട്ട് അടിച്ചുപൊളി ഷോപ്പ് ചെയ്യും കേട്ടോ. മെരി ക്രിസ്മസ്, മെരി ക്രിസ്മസ്. ചാടി അടിച്ചോ? കുഴപ്പമില്ല. ഓക്കെ, ബൈ ബൈ. മെരി ക്രിസ്മസ്. എന്തൊക്കെയാണ് ക്രിസ്മസ് ആയിട്ട് പരിപാടി? ഷോപ്പിംഗ് തുടങ്ങിയതാണ് അല്ലേ? എന്തായാലും വിനോദത്തിലേക്ക് ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ? ഓക്കെ. ഒരമ്മൂമ്മ മൈദ പഠിപ്പിക്കാനായിട്ട് ഒരു പുഴ കിടന്ന് പോകണം. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഭയങ്കര പ്രായമായി. അവിടെയാണെങ്കിൽ തോണിയുമില്ല. അമ്മൂമ്മ എങ്ങനെ അപ്പുറം പോവും? ദൈവമേ, എല്ലാവർക്കും ഭയങ്കര ബുദ്ധിയാണല്ലോ. കറക്റ്റ് ആൻസർ. ചക്ക വീണ് മേടിച്ചതാണെന്ന് എനിക്കറിയാം. എന്തായാലും ബാക്കി ഇനി എന്തൊക്കെയാണ്? ഷോപ്പിംഗ് കഴിഞ്ഞോ? ഇനിയും ഉണ്ടല്ലേ? ഓക്കെ. നിങ്ങൾ മലയാളം സീരിയൽ കാണാറുണ്ടോ? ഉപ്പുമുളക് കണ്ടിട്ടുണ്ടോ? ഉപ്പുമുളകും. പിന്നെ അറിയോ? ആരാ? ഞാൻ ആക്ച്വലി കുറെ നേരമായി ആൾക്കാരെ പ്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ കുറെ നേരം തിരിച്ച് പ്രാങ്ക് ചെയ്ത് തുടങ്ങി. അപ്പൊ പിന്നെ എനിക്ക് ഓക്കെ ഓക്കെ അങ്ങനെ. അപ്പോൾ എന്തായാലും ഷോപ്പിംഗ് അടിപൊളിയായില്ലേ? അപ്പം ഇപ്പം ഒബ്രോൺ മോളിൻ്റെ ഒബ്രോൺ സെലിബ്രോൺ എന്ന് പറഞ്ഞൊരു ഓഫർ നടക്കുന്നുണ്ട്. അപ്പം ഇത് ബേസിക്കലി നമ്മുടെ കെയർ എന്ന് പറഞ്ഞ ഷോപ്പ്, നമ്മുടെ വാവുകൾക്ക് പറ്റിയ ഒരുപാട് ഡ്രസ്സുകളും ടോയ്സ് ഒക്കെ അവിടെ ഉണ്ട്. നമ്മുടെ ഒബ്രോൺ മോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അവരുടെ ഒരു ഫ്രീ കൂപ്പണാണ്. അപ്പോൾ എന്തായാലും എൻജോയ് യുവർ ഷോപ്പിംഗ്. മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ. ഹൈ ഫൈ, ഹൈ ഫൈ. ഓ ഷുവർ, ഇയാൾക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. ഹലോ, ഹായ്, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. പടം കണ്ടു വരുവാണോ? ഏത് സിനിമ കണ്ടേ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ആരുടെ അഭിനയം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? അടിപൊളിയായിട്ടുണ്ടല്ലേ? ഓക്കെ. എന്തായാലും ക്രിസ്മസ് ആയിട്ട് ഇത്ര സിനിമ കണ്ടതല്ലേ, ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ? ഒരു ചേട്ടൻ 210 ചായ അടിച്ചു. അതിലൊരു ചായയിൽ ഈച്ച വീണു. ചേട്ടൻ ആ ചായ എടുത്ത് കളഞ്ഞു. ബാക്കി എത്ര ചായ ഉണ്ട്? അതെങ്ങനെയാ? ചേട്ടാ, അടിച്ചാൾ തന്നെ കളഞ്ഞേ. അതെ അതെ അതെ. ഒരാള് 210 ചായ അടിച്ചു. അതിലൊരെണ്ണത്തിൽ ഈച്ച വീണു. ആ ചേട്ടനെ ചായ എടുത്ത് കളഞ്ഞു. നോക്ക് എത്ര ചായ ഉണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കുന്നേ. എന്തിനാ വർക്ക് ചെയ്യുവാണോ? വർക്കൊക്കെ ചെയ്യുമ്പോ നല്ല ബുദ്ധിയൊക്കെ വേണ്ടേ? കമോൺ, ചിന്തിക്കൂ. വേണ്ട, ചോദ്യം സൂക്ഷിച്ച് കേട്ടാൽ മതി, പെട്ടെന്ന് ഉത്തരം കിട്ടും. ഒരു ചേട്ടൻ 210 ചായ അടിച്ചു. അതിലൊരു ചായയിൽ ഈച്ച വീണു. ചേട്ടനാ ചായ എടുത്ത് കളഞ്ഞു. ബാക്കി എത്ര ചായ? തോറ്റു, എല്ലാവരും ചുരുട്ടു. ബാക്കി 9 ചായ. ആ ചേട്ടൻ 210 ചായ അടിച്ചു. പോലെ പോലെ പോലെ. ഒരു മിനിറ്റ്, നിങ്ങളിങ്ങനെ ഉപ്പുമുളക് സീരിയലൊക്കെ കണ്ടിട്ടുണ്ടോ? ഉപ്പുമുളകും എന്നറിയോ? ഹലോ,
എന്തുണ്ട് വിശേഷം? സുഖം. ക്രിസ്മസ് ആയിട്ട് എന്തൊക്കെയാണ് പരിപാടീസ്? നാട്ടിൽ പോവാണോ? നാളെ. ഓക്കെ. അപ്പൊ എന്തായാലും സാധാരണ കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ കൂപ്പൺ കൊടുക്കാറ് കുഴപ്പമില്ല. ഇത് നമ്മുടെ ഒബ്രോൺ വാളിന്റെ ഒബ്രോൺ സെലിബ്രോൺ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഇവിടെ. അതിന്റെ ഭാഗമായിട്ട് കെയർ എന്ന് പറഞ്ഞ ഷോപ്പിന്റെ ഒരു കൂപ്പൺ ആണ്. ഇതിവിടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഷോപ്പാണ്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങൾക്ക് വാവുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് റെഫർ ചെയ്യാം. അപ്പോൾ ഒരു താഴെ വന്ന് അടിച്ചു പൊളിച്ച് ഷോപ്പ് ചെയ്യട്ടെ. അപ്പൊ എന്തായാലും സെലാർ സിനിമ ഒരു ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചേട്ടൻ കുറച്ചൊരു കിളി പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ ബൈ കാണാം. അപ്പൊ ശരി. ഹായ് ഹലോ, മെരി ക്രിസ്മസ്. എന്തൊക്കെയാണ് ക്രിസ്മസ് ആയിട്ട് പരിപാടി? എവിടെയാ വീട്? എടപ്പള്ളി തന്നെ അല്ലേ? ഞാൻ എന്തായാലും ക്രിസ്മസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഓക്കെ, ഫുൾ ഫാമിലി ആയിട്ട് ചേർന്ന് ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. ചൂട് അനുഭവിക്കുന്ന ഇംഗ്ലീഷ് അങ്കിളും ആലോചിക്കൂ. എന്തുകൊണ്ടാ നിങ്ങളെ അങ്ങനെ പറയല്ലേ, റീസൺ പറയണം. എന്തുകൊണ്ടാ? തോറ്റോ? ഉത്തരം പറഞ്ഞോട്ടെ. ആക്ച്വലി സി തന്നെയാണ് ഉത്തരം. കാരണം ബീഡി നടക്കല്ലേ, ബീഡി വലിക്കുമ്പോ ഭയങ്കര ചൂടല്ലേ, അതാണ് റീസൺ. അങ്ങനെ ഏകദേശം കറക്റ്റാണ് പറഞ്ഞത്. പിന്നെ ഇപ്പൊ എന്താ വീട്ടിൽ പോയിട്ട് TV ഒക്കെ ഇട്ടിരിക്കലാണ് പരിപാടി? ഓക്കെ. ഉപ്പുമുളക് കണ്ടിട്ടുണ്ടോ മലയാള സീരിയല്? ഉപ്പുമുളകും എങ്ങനെയുണ്ട്? ഇപ്പൊ ഉപ്പുമുളക് കാണാറുണ്ടോ? പണ്ട് കാണാറുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ക്രിസ്മസ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചോളൂ. മെരി ക്രിസ്മസ്. താങ്ക് യു. ഇതെന്തായാലും ഇവിടെ ഒബ്രോൺ സെലിബ്രോൺ എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കെയർ എന്ന് പറഞ്ഞ കുഞ്ഞു കുട്ടികളുടെയൊക്കെ എസെൻഷ്യൽസ് ഉള്ള ഒരു ഷോപ്പുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വാവുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പാരൻസിനെ റെഫർ ചെയ്യുക. അപ്പോൾ ഒരു ഫ്രീ ഷോപ്പിംഗ് കൂപ്പൺ ആണ്. സോ എൻജോയ് യുവർ ഷോപ്പിംഗ്. പടം കണ്ടിട്ട് വരുവാണോ? കാണാൻ പോകണേ? ഏതാ? നേര്. സോ ലൈക്ക് ഫിംഗർ. ഓക്കെ, അപ്പോൾ എന്തായാലും അടിച്ചു പൊളിച്ചോളൂ. ബൈ ബൈ, ടാറ്റാ, മെരി ക്രിസ്മസ്. ഹലോ, ഹായ്, മെരി ക്രിസ്മസ്. തുടങ്ങിയോ? ഓ സോറി. ഞാൻ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഒറ്റ ചോദ്യം ചോദിക്കത്തുള്ളൂ. അതെനിക്ക് അറിഞ്ഞൂടല്ലോ, ചേട്ടൻ വലിയത്തരം പറ. ഓക്കെ. ഒരമ്മൂമ്മ മൈദ പൊടിപ്പിക്കാനായിട്ട് ഒരു പുഴ അപ്പുറം കിടക്കണം. അവിടെ ആണെങ്കിൽ തോണിയൊന്നുമില്ല. അമ്മൂമ്മ എങ്ങനെ അപ്പുറം കിടക്കും? മെരി ക്രിസ്മസ്. താങ്ക് യു. ഉപ്പുമുളക് സീരിയൽ കണ്ടിട്ടുണ്ടോ? ഉപ്പുമുളകും ഉണ്ടല്ലേ? ഇനി അറിയോ? വെൽക്കം. എന്തായാലും ഐസ്ക്രീം കഴിച്ചോളൂ. താങ്ക് യു. മെരി ക്രിസ്മസ്. ഏത് സിനിമയ്ക്കാ പോകുന്നത്? പിന്നെന്താ, ഏത് സിനിമയ്ക്കാ പോകുന്നത്? നേര്. ഓക്കെ, അവരെന്നെ ഉറപ്പിച്ചിട്ടില്ല, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ എന്തായാലും നേര് അടിപൊളിയാവട്ടെ. ഫിംഗേഴ്സ് ക്രോസ്ഡ്. തീർച്ചയായിട്ടും പറയാം. ഓ ശരി. ഓക്കെ, ബൈ. അപ്പൊ ശരി, കാണാം. ഹായ്, മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. എന്താ പേര്? റോഷ്. എന്താ പേര്? റോൺ. എവിടെയാ വീട്? എളമക്കര. ഓക്കെ. സോ ഞാൻ എന്തായാലും ക്രിസ്മസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഇറ്റ്സ് ഓക്കെ? ഒരു ക്വസ്റ്റ്യൻ ചോദ്യം. ഓക്കെ. ഓക്കെ. ഒരു ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. ആ ബക്കറ്റിന്റെ താഴെ ഒരാളൊരു ഓട്ട ഇട്ടു. പക്ഷെ വെള്ളമൊന്നും പുറത്തു പോയില്ല. എന്തുകൊണ്ടാ? ഒരു ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. അതിന് താഴെ ഒരു ചേട്ടൻ ഒരു ഓട്ട ഇട്ടു. പക്ഷെ വെള്ളമൊന്നും പുറത്തു പോയില്ല. എന്തുകൊണ്ടാ? പറയണ കാരണം എന്താ അറിയോ? ഒരു ബക്കറ്റ് നിറയെ വെള്ളമുണ്ടാണേ, വെള്ളമുണ്ട്. ഓക്കെ. എന്തായാലും ഇത്രയും നിങ്ങൾ ചിന്തിച്ചല്ലോ, ചിന്തിച്ച് തല വേസിതാക്കിയതല്ലേ ഒരു ചോക്ലേറ്റ്. ഓക്കെ. നിങ്ങളെങ്ങനെ മലയാള സീരിയലൊക്കെ കാണാറുണ്ടോ? ഇല്ല. ഉപ്പുമുളകും കണ്ടിട്ടുണ്ടോ? ഉപ്പുമുളകും
ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ അറിയോ ആരാ? ശിവ, ഉപ്പുമുളകിലെ ശിവ. സോ എനിവേസ്, മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. എന്താണ് ക്രിസ്മസ് ഒക്കെ ആയിട്ട് പ്ലാൻസ്? നാട്ടിലോട്ട് പോകണം. എവിടെയാ നാട്? അങ്കമാലി. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ക്രിസ്മസ് ആയിട്ട് അടിച്ചു പൊളിച്ച് ചില്ലയു. ടേക്ക് കെയർ. ബൈ 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 ബൈ. ഹായ് ഹായ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എന്തൊക്കെയാണ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? ഏത് സിനിമയ്ക്കായിരുന്നു? നേര്. എങ്ങനെയുണ്ട് സിനിമ? അടിപൊളിയാണ്. നല്ല ഇഷ്ടപ്പെട്ടല്ലേ? ലാലേട്ടന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഓക്കെ. ഞാൻ എന്നാ വിരോധമില്ലെങ്കിൽ ഒരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ? എല്ലാവരും ചോദിച്ചോളൂ, ആരെങ്കിലും ആൻസർ തന്നാൽ മതി. ഓക്കെ. ഏത് ചോദിക്കണം? ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. കമാൻ ചോദിച്ചോളൂ. എന്തോ? ഞാൻ ഇവിടെ വരാം. എന്താണ്? തണുപ്പല്ല, ഇത് ചൂടാണ്. അതെ അതെ, നന്നായി ചിന്തിച്ചോളൂ. അറിയത്തില്ലല്ലോ. അതെന്താ? ഓക്കെ, അല്ല. എന്താന്ന് വെച്ചാല് ബി ആണ്, സോറി സി ആണ്. കാരണം ബീഡ് നടക്കാണല്ലോ. ബീഡ് വലിക്കുമ്പോ ഭയങ്കര ചൂടല്ലേ? ചേട്ടാ ബീഡ് വെറുതെടുത്ത് വീട്ടിൽ വെക്കാണോ ചെയ്യുന്നത്? അല്ലല്ലോ, കത്തിച്ച് വലിക്കുമല്ലോ. അങ്ങനെ ലോജിക്ക് ഒന്നും ചോദിക്കരുത്. അപ്പൊ എന്തായാലും ഒബ്രോൺ ഷോപ്പിംഗ് ഇഷ്ടപ്പെട്ടോ? ഒബ്രോൺ ഷോപ്പ് ചെയ്യാൻ വരാറുണ്ടോ? ഓക്കെ ഓക്കെ. ഉപ്പുമുളകും സീരിയൽ കണ്ടിട്ടുണ്ടോ? ഉപ്പുമുളകും എന്നറിയോ? അപ്പൊ എന്തായാലും ഇത്ര നേരം കഷ്ടപ്പെട്ട് ചിന്തിച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു. ഉത്തരം കുറച്ചും കൂടി ചിന്തിച്ചെന്ന് കിട്ടിയാൽ എന്തായാലും ആവൊക്കെ ഞാൻ ചോക്ലേറ്റ് തരാം. മെരി ക്രിസ്മസ്. ഓക്കെ. അപ്പൊ എന്തായാലും ഹാവ് എ നൈസ് ടൈം. ഇനിയും ഷോപ്പിങ്ങിനൊക്കെ ഇവിടേക്ക് തന്നെ ഉണ്ടാവണം. ഓക്കെ, ബൈ ബൈ. മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ. ഓക്കെ. അപ്പൊ എന്തായാലും ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. എന്തായാലും ഞാൻ കുറെ പേരെ ഭയങ്കര ഹാപ്പി ആയിട്ട് സർപ്രൈസ് ചെയ്തു. കുറെ പേര് ഒരു റിയാക്ഷൻ ഉണ്ട് എന്നെ തിരിച്ചു സർപ്രൈസ് ചെയ്തു. എന്തൊക്കെയാണെങ്കിലും മൊത്തത്തിലൊരു സർപ്രൈസിന്റെ ബഹളമായിരുന്നു വീഡിയോ. അപ്പൊ എന്തായാലും ഇത്രയും നേരം കണ്ട് സഹിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വർഷം കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ദിസ് ഇസ് മി ശിവാനി മേനോൻ സൈനിങ് ഓഫ്. ലവ് യു ഓൾ. മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.